ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടർ പലവിധ സമ്മർദ്ദങ്ങൾക്കിടയിലും ശക്തമായി തന്നെയാണ് മുന്നോട്ടു പോയത്. മൂന്നാം പാദത്തിൽ ബാങ്കുകൾ മിക്സഡ് ആയ റിസൾട്ടുകളാണ് അനൗൺസ് ചെയ്തത്. പല കൺസേൺസും ബാങ്കുകൾ നേരിട്ടു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറയുന്നുണ്ട് എന്നതാണ് അതിലൊന്ന്. രണ്ട് കാരണങ്ങളാണ് ഇതിന് പിന്നിൽ. ഒന്ന്, ഡെപ്പോസിറ്റുകളുടെ കോസ്റ്റ് വർദ്ധിച്ചു. രണ്ട്, കോമ്പറ്റീഷൻ കൂടി. മറ്റൊരു കൺസേൺ പല സെഗ്മെന്റിലും ക്രെഡിറ്റ് ഗ്രോത്ത് കാര്യമായി ഉണ്ടായില്ല എന്നതാണ്. കോർപ്പറേറ്റുകൾക്ക് അനുവദിക്കുന്ന ലാർജ് ടിക്കറ്റ് ലോണുകളിൽ പ്രൈസിംഗ് പ്രഷർ നേരിട്ടതുപോലുള്ള കാരണങ്ങൾ ഇവിടെയും ഉദാഹരണമാണ്. അസറ്റ് ക്വാളിറ്റി റിസ്കുകളും ബാങ്കുകൾ നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് അൺസെക്യൂർഡ് ലോണുകളുടെ സെഗ്മെന്റിൽ. അൺസെക്യൂർഡ് ലോൺ സെഗ്മെന്റിൽ സ്ലിപ്പേജ് ഉയർന്നു. ഇത് കാരണം പ്രൊവിഷൻസ് കൂടി. മൈക്രോ ഫിനാൻസിന്റെ NPA ഒക്കെ കൂടിയത് ഇതിൽ ഉൾപ്പെടും. എംപ്ലോയി കോസ്റ്റും ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെ ഉയർന്നത് മൂലം കോസ്റ്റ് ഇൻകം റേഷ്യോയും പല ബാങ്കുകളുടെയും വർദ്ധിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആദ്യം പറഞ്ഞ പോലെ സെക്ടർ ഇപ്പോഴും ശക്തമാണ്. ഇനി വരും പാദങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ സെക്ടറിന്റെ ഗ്രോത്തിന് അവൈലബിൾ ആണെന്ന് കാണാം. MSME റൂറൽ ക്രെഡിറ്റ് ഗ്രോത്ത് ആണ് ഇതിലൊരു പോസിബിലിറ്റി. കാരണം ബജറ്റിൽ MSME റൂറൽ കൺസംഷൻ ഗ്രോത്തിനായി പോളിസികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും ബാങ്കുകൾക്ക് ഗുണം ചെയ്യും. വെസ്റ്റേൺ സദേൺ റീജിയനിൽ ഉയർന്ന എക്സ്പോഷറുള്ള ബാങ്കുകൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയ നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബാങ്കിംഗ് മേഖലയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന രണ്ട് ലാർജ് ക്യാപ് ബാങ്കുകളെ ഇന്ന് പരിചയപ്പെടാം. ബാങ്ക് ഓഫ് ബറോഡ. അസറ്റ് സൈസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായ 5 ബാങ്കുകളിൽ ബാങ്ക് ഓഫ് ബറോഡയും ഉൾപ്പെടുന്നുണ്ട്. FY24 വരെയുള്ള കണക്ക് പ്രകാരം 6% മാർക്കറ്റ് ഷെയർ ബാങ്കിനുണ്ട്. 8243 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഇതിൽ 35% റൂറൽ മേഖലയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 22% മെട്രോ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അഡ്വാൻസിന്റെ 41% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റുകൾക്കാണ്. അതായത് ഏകദേശം പകുതിയോളം വരുന്ന ലോണുകളും കോർപ്പറേറ്റ് ലോണുകളാണ് എന്നർത്ഥം. 30% അഗ്രികൾച്ചർ, MSME എന്ന സെഗ്മെന്റുകളിലേക്കാണ് വായ്പകളായിട്ട് നൽകുന്നത്. ഡെപ്പോസിറ്റ് കണക്കുകൾ കൂടി നോക്കാം. FY25 ആദ്യ പകുതി കഴിഞ്ഞപ്പോഴേക്കും ടോട്ടൽ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 11,50,791 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ഡെപ്പോസിറ്റിൽ 60% ടേം ഡെപ്പോസിറ്റുകളാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ 17 രാജ്യങ്ങളായി 91 ഓവർസീസ് ബ്രാഞ്ചുകളും ബാങ്കിനുണ്ട്. ബാങ്കിന്റെ ടോട്ടൽ ഗ്രോസ് അഡ്വാൻസിൽ 18% കോൺട്രിബ്യൂഷൻ ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്നുമാണ് വരുന്നത്. ഡെപ്പോസിറ്റിൽ 16% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. FY25 ആദ്യ 9 മാസങ്ങളിലെ കണക്കുകളാണ് ഇവ. ഇനി നമുക്ക് Q3 എങ്ങനെ പെർഫോം ചെയ്തു എന്ന് പരിശോധിക്കാം. ബാങ്കിന്റെ ലാഭത്തിൽ 6% വളർച്ച ഇയർ ഓൺ ഇയർ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമും ഇയർ ഓൺ ഇയർ വളർച്ച തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ 3-ാം തവണയും ടോട്ടൽ ഇൻകത്തിൽ വർധനവ് ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിച്ചു. മറ്റൊരു മേജർ പാരാമീറ്റർ ഗ്രോസ് NPA ആണ്. ഗ്രോസ് NPA കഴിഞ്ഞ വർഷം ഡിസംബറിൽ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയ 3.08% നിന്നും 2.43% കുറഞ്ഞിട്ടുണ്ട്. വിച്ച് ഇസ് ആൾസോ എ ഗുഡ് നമ്പർ. ഗ്ലോബൽ ബിസിനസ്സിലും 12% ഇയർ ഓൺ ഇയർ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്ലോബൽ ഡൊമസ്റ്റിക് അഡ്വാൻസ് 11% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ഡെപ്പോസിറ്റും ഈ റേഞ്ചിൽ തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രോഫിറ്റ്, NII പോലുള്ള പാരാമീറ്റേഴ്സ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കുറഞ്ഞിട്ടുണ്ടെന്നത് ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നു. ക്യാപിറ്റൽ അഡക്വസി റേഷ്യോയും ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇൻകം ഉയർന്നെങ്കിലും മേജർ പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോൺ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ബാങ്കുകളെ സംബന്ധിച്ച ഇൻട്രസ്റ്റ് ഇൻകം ആണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ബട്ട് ഇവിടെ ഇത് എത്ര കൺസിസ്റ്റന്റ് ആയി തുടരും എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എങ്കിലും ബാങ്കിന്റെ ഓഹരിക്ക് 31% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് അനലിസ്റ്റുകളുടെ അനുമാനം. അതിനാൽ പല അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട്. അടുത്തതായി ഫെഡറൽ ബാങ്ക്. ബാങ്കിനെ പറ്റി കൂടുതൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ന് പാൻ ഇന്ത്യയിൽ 1418 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ബാങ്കിന്റെ വായ്പകളിൽ സിംഹഭാഗവും റീറ്റെയിൽ ലോണുകളാണ്. ബാക്കി വരുന്ന പോർഷൻ കോർപ്പറേറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്കിംഗ്, കൊമേഴ്ഷ്യൽ ബാങ്കിംഗ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് എന്നിവയിലേക്കും കൂടി ലോണുകളായിട്ട് നൽകുന്നുണ്ട്. ഡിസംബർ ക്വാർട്ടറിൽ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞതായിട്ട് കാണാം. ഇത്തവണ 955.4 കോടി രൂപയുടെ ലാഭമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 14.5% ഉയർന്നിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റിയിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് മറ്റൊരു എടുത്തു പറയേണ്ട പോസിറ്റീവ് ഫാക്ടർ. ഗ്രോസ് NPA 2.09% നിന്നും 1.95% കുറഞ്ഞിട്ടുണ്ട്. ബാങ്കിനെ സംബന്ധിച്ച് തലപ്പത്തെ മാറ്റം പോസിറ്റീവായി കാണാമെന്ന് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. KVS മണിയുടെ നേതൃത്വത്തിൽ മികച്ച ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായേക്കാമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഹൈ ഹീൽഡിംഗ് ലോൺ പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യുന്നതിലാണ് ബാങ്ക് ശ്രദ്ധ കൊടുക്കുന്നത്. അസറ്റ് ക്വാളിറ്റി നിലവിൽ ബാലൻസ്ഡ് ആയി തുടരുന്നതിനാൽ ഇത് സ്റ്റേബിൾ ഗ്രോത്ത് ഉറപ്പു നൽകുന്നുണ്ട്.
പ്രൊജക്ട് ബ്രേക്ക് ത്രൂ എന്ന ബാങ്കിന്റെ ഫ്യൂച്ചർ പ്ലാനിൽ ബാങ്ക് കീ പ്രയോറിറ്റീസ് നൽകുന്ന മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം. കാസ ഡെപ്പോസിറ്റ് ഉയർത്തുക, നിമ്മിൽ കൂടുതൽ മെച്ചപ്പെടുത്തുക, ഫീ ഇൻകം ബൂസ്റ്റ് ചെയ്യുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. FY 2028 ആകുമ്പോഴേക്കും കാസ റേഷ്യോ 36% ഉയർത്താനാണ് ശ്രമിക്കുന്നത്. കൂടാതെ ടയർ 2 നഗരങ്ങളിൽ 400 മുതൽ 450 പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനെ കുറിച്ചും പ്ലാനിൽ പറയുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേമിലേക്ക് ഗ്രോത്ത് ഉറപ്പാകും. 23% അപ്സൈഡ് പൊട്ടൻഷ്യൽ നൽകിക്കൊണ്ട് ധാരാളം അനലിസ്റ്റുകൾ ഓഹരിക്കും ബൈ ശുപാർശ നൽകുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഓഹരികൾ കഴിഞ്ഞ 3 മാസമായി ഇടിവിലാണ്. 10%-ലധികം കറക്ഷൻ 3 മാസത്തിനുള്ളിൽ ഉണ്ടായി. ജൂണിൽ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയതിനു ശേഷം ബാങ്ക് ഓഫ് ബറോഡ ഓഹരികളിൽ തുടർച്ചയായി വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഓഹരി 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയായ 200 രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു. നിലവിലെ വിപണിയുടെ കറക്ഷൻ കൂടി ഓഹരികളിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഓഹരികളിൽ റിക്കവറി ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ബാങ്കുകളുടെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയാണ് നമ്മൾ വിലയിരുത്തിയത്. ഓഹരികൾ വാങ്ങുന്നതിന് മുൻപ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ അഡ്വൈസ് എടുക്കേണ്ടതാണ്.